ഞാൻ ആദ്യമേ പറഞ്ഞു 10 മണി വരെയാണ്. ഒറ്റ കാര്യം വരിയില്ല. ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി. തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് അവസാനിക്കും. നിങ്ങൾ എല്ലാം വാച്ചിൽ 10 മണി ആയിട്ടുണ്ട്. അത് നോക്കിക്കോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചോടി എന്നാണ് ചില മാപ്രകൾ പറയുന്നത്. നുണ പറയുന്നതിൽ ഗവേഷണ വിരുദ്ധമുള്ള മാപ്രകൾ പറയുന്നത് മാത്രം കേട്ട് വാർത്ത സത്യമാണെന്ന് വിശ്വസിക്കരുത്. നടന്നത് എന്താണെന്ന് നോക്കാം. കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി വരുന്ന ഈ രംഗം കാണുക. 9:30 വാർത്താ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളനം അരമണിക്കൂർ മാത്രമായിരിക്കുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ ആമുഖമായി കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അതിന് കുറച്ച് വിഷമാകും. നമുക്കൊരു 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും വേണം. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറയാനുള്ളത് പറയുന്നതായിരിക്കും നന്നാവും. വാർത്താ സമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി. കൃത്യം 10 ആയപ്പോൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച പോലെ അദ്ദേഹം തൻ്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കി. എന്നാൽ ചില മാധ്യമപ്രവർത്തകർ അപ്പോഴും തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും താൻ മാധ്യമങ്ങളെ കാണുമ്പോൾ മറുപടി നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റു. സമയനിഷ്ഠയുടെ കാര്യത്തിൽ കാർക്കശ്യം പുലർത്തുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കോവിഡ് കാലത്ത് ദിനവും വൈകിട്ട് 6 മുതൽ 7 വരെയുള്ള പതിവ് വാർത്താ സമ്മേളനത്തിലും 7 മണിയോടെ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമായിരുന്നു. അപ്പോൾ ശരി, നമുക്ക് അവസാനിപ്പിക്കാം. അന്ന് ചോദിക്കാൻ കഴിയാത്ത ചോദ്യങ്ങൾ പിറ്റേന്ന് ഏത് മാധ്യമപ്രവർത്തകനും ചോദിക്കുകയും ചെയ്യാം. ഒരേ സ്ഥാപനത്തിൽ നിന്ന് ഒന്നിലധികം മാധ്യമപ്രവർത്തകർ വന്ന് തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ പോലെ നിലവിട്ട് പെരുമാറിയിട്ടില്ല. ഇതാണ് വസ്തുത എന്നിരിക്കെ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടി എന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ കനകോലുവിൻ്റെ മാസപ്പടി ഡയറിയിൽ പേരുള്ള ചില മാധ്യമപ്രവർത്തകരുടെ കുടിലതന്ത്രമാണ്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നിർത്തി എഴുന്നേൽക്കാൻ പോകുമ്പോൾ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കാനും വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടി എന്ന് വരുത്തി തീർക്കാനും ശ്രമം നടക്കുമെന്നത് തീർച്ച.